ഭ്രൂണഹത്യ കൊടും പാതകം. ഭ്രൂണഹത്യ അസാധാരണമാം വിധം വർദ്ധിച്ചുവരുന്ന കാലഘട്ടമാണിത്. അത് പാപമാണെന്ന ചിന്ത പോലും മനസ്സുകളിൽ നിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മമാരുടെ ഗർഭാശയങ്ങളിൽ ജീവൻ തുടിച്ചു വളരുന്ന എത്രയെത്ര കുരുന്നു മക്കളാണ് ദിവസവും നമ്മുടെ ആശുപത്രികളിൽ പൈശാചികമായി അറുകൊല ചെയ്യപ്പെടുന്നത്. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഇരുണ്ട യുഗമെന്ന് നാം വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അറേബ്യയിലെ ചില അപരിഷ്കൃത ഗോത്രവർഗക്കാർ പെൺകുട്ടികളെ ജീവനോടെ മണ്ണിൽ കുഴിച്ചുമൂടുക പതിവായിരുന്നു. ആ അനാചാരത്തെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറഞ്ഞു: അവരിൽ ആർക്കെങ്കിലും ഒരു പെൺകുട്ടി പിറന്നതായി സന്തോഷവാർത്ത ലഭിച്ചാൽ ദുഃഖം കൊണ്ട് അവരുടെ മുഖം കറുത്തിരുണ്ടുപോകുന്നു. തനിക്ക് ലഭിച്ച സന്തോഷവാർത്തയുണ്ടാക്കിയ അപമാനത്താൽ അവൻ ആളുകളിൽ നിന്നും ഒളിഞ്ഞു മറയുന്നു. അപമാനം സഹിച്ചുകൊണ്ട് അതിനെ നിലനിർത്തണമോ അതല്ല മണ്ണിൽ കുഴിച്ചു മൂടിക്കളയണമോ? ഇതാണ് അവന്റെ പ്രശ്നം. അറിയുക, അവരുടെ തീരുമാനം വളരെ നീചം തന്നെ. അജ്ഞാനയുഗത്തിലെ ഈ അപരിഷ്കൃത ഗോത്രങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് പരിഷ്കൃതരെന്ന് സ്വയം അഭിമാനം കൊള്ളുന്നവർ ആധുനിക ശാസ്ത്രത്തിന്റെ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കുരുന്നു ശിശുക്കളെ അമ്മമാരുടെ ഗർഭത്തിൽ വെച്ച് തന്നെ കൊന്നുകളയുന്നത്. പ്രതിവർഷം 1.5 കോടിയോളം ഗർഭഛിദ്രങ്ങളാണ് ശസ്ത്രക്രിയ വഴി ലോകത്ത് നടക്കുന്നത്. ഇതിൽ 90 ലക്ഷത്തോളവും ഇന്ത്യയിലാണ് നടക്കുന്നതെന്ന് പ്രോലൈഫ് ഇന്ത്യയുടെ പഠനങ്ങൾ വെളിവാക്കുന്നു. കേരളത്തിൽ മാത്രം ഒരു വർഷം 5,47,500 ഭ്രൂണഹത്യകൾ നടക്കുന്നു എന്നാണ് കണക്ക്. അതായത് ഒരു ദിവസം ശരാശരി 1,500 ഭ്രൂണഹത്യകൾ. കണക്കിൽപ്പെടാത്തത് വേറെയും. ഒരാളെ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ കൊല്ലപ്പെടുന്ന വ്യക്തിക്ക് എന്തെല്ലാം അനുഭവങ്ങളാണോ ഉണ്ടാകുന്നത്, അതെല്ലാം തന്നെ 3 മാസം പ്രായമായ ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുമ്പോൾ അതനുഭവിക്കുന്നതായി വിദഗ്ധ ഡോക്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. 60,000-ഓളം ഗർഭഛിദ്രം നടത്തിയ പ്രഗത്ഭനായ അമേരിക്കൻ ഡോക്ടറാണ് നാഥാൻസൺ. ഒരിക്കൽ സക്ഷൻ രീതിയിലൂടെ 12 ആഴ്ച പ്രായമായ ശിശുവിനെ നശിപ്പിക്കുന്നത് റിയൽ ടൈം അൾട്രാസൗണ്ട് വീഡിയോ ടേപ്പിൽ അദ്ദേഹം ചിത്രീകരിക്കുകയുണ്ടായി. പിന്നീട് ആ ചിത്രം കണ്ട ഡോക്ടർ തന്റെ പ്രവൃത്തികൾ എത്രമാത്രം പൈശാചികമായിരുന്നു എന്ന് മനസ്സിലാക്കി. ഭ്രൂണഹത്യക്കുള്ള ഡോക്ടറുടെ ഉപകരണം ഗർഭപാത്രത്തിലേക്ക് നീണ്ടുവന്നപ്പോൾ കുഞ്ഞ് പ്രാണഭീതിയോടെ അങ്ങോട്ടുമിങ്ങോട്ടും വഴുതിമാറി. ഒടുവിൽ സക്ഷൻ ട്യൂബ് അതിനെ പിടുത്തമിട്ടപ്പോൾ അവന്റെ പിഞ്ചുഹൃദയം കൂടുതൽ വേഗത്തിൽ മിടിച്ചു തുടങ്ങി. മരണത്തിന്റെ ഭീകരമായ വേദനയിൽ അവന്റെ നിലവിളി ഡോക്ടർ നാഥാൻസന്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു. ഈ രംഗം നേരിട്ട് കണ്ട ഡോക്ടർ പിന്നീടൊരിക്കലും ഭ്രൂണഹത്യ നടത്തിയിട്ടില്ല. നിങ്ങളുടെ മാറിൽ പറ്റിച്ചേർന്ന് ചുടുചുംബനങ്ങളേറ്റ് അമ്മിഞ്ഞു നുകർന്ന് വളർന്നു വലുതാകേണ്ട അരുമ മക്കളെയാണ് സ്വന്തം ഗർഭപാത്രങ്ങളിലിട്ട് ക്യൂററ്റ് എന്നു പേരുള്ള കത്തി ഉപയോഗിച്ച് നിഷ്കരുണം തലയറുത്ത് കൈകാലുകൾ കൊത്തിനുറുക്കി നെഞ്ചു പിളർന്ന് തലയോട് ഉടച്ചു തകർത്ത് അറുകൊല ചെയ്യാൻ അനുവദിക്കുന്നത്. ഈ പിഞ്ചുമക്കളുടെ കുരുന്നു ശരീരങ്ങൾ പിന്നീട് എത്തിച്ചേരുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണ്. ഡോക്ടർമാരിൽ ചിലർ ഗർഭിണികളെ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് അവരുടെ ഓപ്പറേഷൻ തിയേറ്ററുകൾ കൊലക്കളങ്ങളാക്കി മാറ്റുന്നതും വൻ തുകകൾ ചൂഷണം ചെയ്യുന്നതും. മരണാനന്തരം നാം ദൈവസന്നിധിയിൽ വിചാരണക്കായി ഹാജരാക്കപ്പെടുമ്പോൾ നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ കുഞ്ഞുങ്ങളോട് പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കും: എന്ത് കുറ്റത്തിന്റെ പേരിലാണ് കുഞ്ഞെ നീ നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് എന്ന്? എന്തായിരിക്കും ആ ചോദ്യത്തിന് നിങ്ങളുടെ മക്കൾ പറയുന്ന മറുപടിയെന്ന് ആലോചിച്ചിട്ടുണ്ടോ?